ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുന്തൻ സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള നെക്ലസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇവിടെ ഞാൻ 2 ഹോൾ കുന്തൻ സ്റ്റോൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ജ്വല്ലറി മേക്കിംഗ് ഐറ്റംസ് വാങ്ങാൻ കിട്ടുന്ന എല്ലാ ഷോപ്സിലും തന്നെ വാങ്ങാൻ കിട്ടും. കുന്തൻ സ്റ്റോൺസ് നമുക്ക് 2 ഹോൾ 4 ഹോൾ അങ്ങനെ ഒരുപാട് ടൈപ്പ് വാങ്ങാനായിട്ട് കിട്ടും. ഇത് പല കളേഴ്സിലും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന കളർ വാങ്ങിയിട്ട് ഇതുപോലെ നെക്ലസ് ഉണ്ടാക്കിയിട്ടാൽ വളരെ ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് 2 ഹോൾ കുന്തൻ സ്റ്റോൺസ് ആണ്. ഞാനിവിടെ ബ്ലൂ കളറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ലൂസായിട്ടും ബോക്സായിട്ടും വാങ്ങാനായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ഒരു 33 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഗോൾഡൻ ബീഡ്സും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാനിവിടെ നെക്ലസ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്കിൻ്റെ അളവനുസരിച്ചിട്ട് വേണം ഇതിൻ്റെ എണ്ണം എടുക്കാൻ. ഇവിടെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുന്തൻ സ്റ്റോൺസിൻ്റെ എണ്ണം അതുപോലെ തന്നെ ഗോൾഡൻ ബീഡ്സിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ നമ്മൾ ഈ നെക്ലസിൻ്റെ ബാക്കിലായിട്ട് ബാക്ക് റോപ്പ് ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നെക്ലസിൻ്റെ ഇറക്കം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഗിയർ വയറാണ്. ഇത് ഞാനിവിടെ ഗോൾഡൻ കളറാണ് എടുത്തിരിക്കുന്നത്. ഇതും സിൽവർ കളർ, ഗോൾഡൻ കളർ അതുപോലെ ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഗിയർ ലോക്ക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ജംപ് റിംഗ് ആണ്. ഇത് നമുക്ക് പാക്കറ്റായിട്ട് വാങ്ങാൻ കിട്ടും. പിന്നെ നമുക്ക് കുറച്ച് ഗോൾഡൻ ബീഡ്സ് വേണം. ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ വേണ്ടത് ഘുങ്രു അല്ലെങ്കിൽ ലോറിയൽ എന്ന് പറയും. ഇത് നമുക്ക് ഗ്രാം അനുസരിച്ചാണ് വാങ്ങാൻ കിട്ടുക. ഇവിടെ ഞാൻ ബ്ലൂ കളറാണ് ലോറിയൽ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നെക്ലസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഗിയർ വയർ എടുത്തിട്ട് നമ്മുടെ നെക്കിനെ ഏകദേശം അളവെടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ഗിയർ ലോക്ക് ആദ്യം തന്നെ ഗിയർ വയറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു ജംപറിങ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടി ഈ ഗിയർ വയർ പുറത്തേക്ക് എടുക്കണം. എന്നിട്ട് ഒരു പ്ലയർ വെച്ച് അതൊന്ന് പ്രസ് ചെയ്ത് ലോക്കാക്കി കൊടുക്കുക. ലോക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് കൊടുത്ത ഗിയർ ലോക്ക് നമ്മൾ ടൈറ്റായിട്ട് വലിച്ച് ആ ജംപറിങ്ങിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. എന്നിട്ട് വേണം നമ്മളത് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കാൻ. ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്ട്രാ നിൽക്കുന്ന ആ ഗിയർ വയർ ഒരു സിസർ വെച്ച് കട്ട് ചെയ്ത് കളയാം. ലോക്ക് ചെയ്തതിന് ശേഷം ഞാനിവിടെ ആദ്യം തന്നെ ഒരു 5 ഗോൾഡൻ ബീഡ്സാണ് ഗിയർ വയറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ബീഡ് നമ്മൾ ഇടുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഗിയർ വയറിൻ്റെ കുറച്ച് ഭാഗം അവിടെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ബീഡിൻ്റെ ഉള്ളിൽ കൂടി ആ ഒരു ഗിയർ വയർ നമുക്ക് പുറത്തേക്ക് എടുക്കുക. പിന്നെ നമ്മൾ ബീഡ്സ് കോർക്കുമ്പോൾ അത് കാണില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഓരോ ജംപറിങ് എടുക്കുക. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ലോറിയൽസിൽ നിന്ന് ഒരു 5 ലോറിയൽ വെച്ച് ഓരോ ജംപറിങ്ങിൻ്റെ ഉള്ളിലും ഇട്ട് കൊടുത്തിട്ട് അത് ലോക്ക് ചെയ്തിട്ട് എടുത്ത് വയ്ക്കുക. അങ്ങനെ ഞാനിവിടെ ഒരു 33 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് കുറച്ച് ഉണ്ടാക്കിയെടുക്കണം. ഇനി നമ്മൾ 5 ലോറിയൽസ് വീതം ഇട്ട് വെച്ചിരിക്കുന്ന ഓരോ ജംപറിങ്ങും എടുത്തിട്ട് ഈ കുന്തൻ സ്റ്റോൺസിൻ്റെ ഒരു ഹോളിൽ കൂടി ഇട്ട് അത് ലോക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇവിടെ ഞാനൊരു 33 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുന്തൻ സ്റ്റോൺസിൻ്റെ എണ്ണം കൂട്ടുകയാണെങ്കിൽ അതനുസരിച്ച് ജംപറിങ്ങിൻ്റെയും എണ്ണം കൂട്ടേണ്ടി വരും.
അത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെയാണ് ഓരോ കുന്തൻ സ്റ്റോൺസിൻ്റെ അടിയിൽ നമുക്ക് ഈ ജംപ് റിങ് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ എത്ര കുന്തൻ സ്റ്റോൺസ് എടുക്കുന്നുണ്ടോ അതൊക്കെ ഇതേപോലെ തന്നെ ജംപ് റിങ് ഇട്ട് ലോക്ക് ചെയ്ത് റെഡിയാക്കി വെക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നെക്ലസ്സിൽ അത് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ നേരത്തെ ഗിയർ വയർ റെഡിയാക്കി വെച്ചിട്ടില്ലേ, ഒരു 5 ബീഡ്സ് വെച്ചിട്ട്, ഇനി നമുക്കതെടുക്കാം. ഇനി ഈ ഗിയർ വയറിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുന്തൻ സ്റ്റോൺസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു കുന്തൻ സ്റ്റോണും 2 ഗോൾഡൻ ബീഡും പിന്നെ വീണ്ടും ഒരു കുന്തൻ സ്റ്റോണും പിന്നെ 2 ഗോൾഡൻ ബീഡും, അങ്ങനെ അതേ ഓർഡറിലാണ് ഞാൻ ഫുൾ നെക്ലസ് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് വേണമെങ്കിൽ ഒരു ഗോൾഡൻ ബീഡും ഒരു കുന്തൻ സ്റ്റോണും പിന്നെ വീണ്ടും ഒരു ഗോൾഡൻ ബീഡും വീണ്ടും കുന്തൻ സ്റ്റോണും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഇടാം. അല്ലെങ്കിൽ 2 ഗോൾഡൻ ബീഡും പിന്നെ ഒരു കുന്തൻ സ്റ്റോൺ ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ ചെയ്യാം. അല്ലെങ്കിൽ 3 ഗോൾഡൻ ബീഡും ഒരു കുന്തൻ സ്റ്റോണും അങ്ങനെ ഗ്യാപ്പിട്ട് വേണമെങ്കിൽ ചെയ്യാം. അതൊക്കെ നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ. ഇതേ ഓർഡറിൽ തന്നെയാണ് ഞാൻ ഫുൾ നെക്ലസ് ചെയ്തെടുത്തിരിക്കുന്നത്. 2 ഗോൾഡൻ പിന്നെ ഒരു കുന്തൻ സ്റ്റോൺ പിന്നെ 2 ഗോൾഡൻ പിന്നെ വീണ്ടും കുന്തൻ സ്റ്റോൺ, അങ്ങനെ നമുക്ക് ഇത് ഫുള്ള് ചെയ്തെടുക്കാം. ഇതേ ഞാനിവിടെ കുറച്ച് ഭാഗം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഫുൾ നെക്ലസ് നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ എത്ര കുന്തൻ സ്റ്റോൺസ് എടുത്തിട്ടുണ്ടോ അത്രയും നമ്മൾ ഈ ഗിയർ വയറിൽ കോർത്ത് കൊടുക്കാം. എന്നിട്ടത് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യാം. നമ്മുടെ നെക്ലസ് നമ്മൾ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്ത പോലെ തന്നെ ഗിയർ വയറിൻ്റെ ഉള്ളിലേക്ക് ആദ്യം ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ കൂടെ ഒരു ജംപ് റിങ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും ആ ഗിയർ വയർ എടുത്ത് ആ ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് വലിക്കുക. നമ്മൾ നെക്ലസിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഇട്ട ബീഡില്ലേ അതിൻ്റെ അടുത്തേക്ക് നമ്മൾ ഈ ഗിയർ വയറിൻ്റെ ഉള്ളിൽ നമ്മൾ ഇട്ട് കൊടുത്ത ലോക്കും അതുപോലെ ആ ജംപ് റിങ്ങും വലിച്ച് നമ്മൾ അതിൻ്റെ അടുത്ത് വരെ കൊണ്ടുവരാം. എന്നിട്ട് അത് നമ്മൾ ഒരു പ്ലയർ വെച്ച് ഗിയർ ലോക്ക് നമ്മൾ പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കണം. ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എക്സ്ട്രാ നിൽക്കുന്ന ആ ഗിയർ വയർ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ദേ നമ്മുടെ നെക്ലസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതുപോലെ നമുക്ക് പല കളേഴ്സിലുള്ള കുന്തൻ സ്റ്റോൺ വെച്ച് നെക്ലസ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ നെക്ലസിൻ്റെ ബാക്കിൽ ഒരു ബാക്ക് റോപ്പ് വെച്ച് ഫിക്സ് ചെയ്യാനുണ്ട്. ഇത് ബാക്ക് റോപ്പാണ്. ഇതാണ് നമ്മൾ നമ്മുടെ നെക്ലസിൻ്റെ 2 എഡ്ജസിൽ കൊടുത്തിട്ടുള്ള ജംപ് റിങ്ങിലേക്ക് ഹുക്ക് ചെയ്ത് കൊടുക്കാൻ പോണത്. ഇതുപോലെ 2 ഹുക്ക് ഉണ്ടാവും. ഇത് നമ്മുടെ ജംപ് റിങ്ങിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കണം.
ഇതുപോലെ നമുക്ക് നമ്മുടെ ജംപ് റിങ് ഈ ഹുക്കിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ബാക്ക് റോപ്പ് വെച്ച് നമുക്ക് നമ്മുടെ നെക്ലസിൻ്റെ ഇറക്കം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ നെക്ലസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ വളരെ സിമ്പിളാണ്, അതുപോലെ ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.